السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي جعل الشمس ضياء والقمر نورا وقدره منازل لتعلموا عدد السنين والحساب ما خلق الله ذلك إلا بالحق يفصل الآيات لقوم يعلمون. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. എല്ലാവർക്കും ഹൃദ്യമായ, അനുഗ്രഹീതമായ, സന്തോഷപൂർണമായ പെരുന്നാൾ ആശംസിക്കുകയാണ്. ഇന്ന് ബലിപെരുന്നാൾ, വലിയ പെരുന്നാൾ എന്ന് നമ്മൾ പറയുന്ന പെരുന്നാൾ ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇന്ന് മുസ്ലിം സമൂഹം പെരുന്നാൾ ആഘോഷിക്കുകയാണ്. മക്കയിൽ ഹജ്ജിന് പോയ ഹാജിമാർ ഇന്നലെ അറഫയിൽ നിൽക്കുന്നത് നാം ലൈവായി കണ്ടു. ഇന്നലെ അറഫ ദിനമായിരുന്നു. അറഫയിൽ ഹാജിമാർ നിൽക്കുമ്പോൾ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള മുസ്ലിങ്ങളും നോമ്പെടുത്ത് പങ്കുചേർന്നു. അറഫ ദിവസത്തിലെ നോമ്പ് ആ അർത്ഥത്തിൽ പ്രസക്തമാണ് എന്ന് നമുക്കറിയാം. ഹാജിമാർ അറഫയിൽ നിൽക്കുമ്പോൾ അവരോട് ഐക്യപ്പെടുന്നതിന് വേണ്ടിയാണ് നോമ്പെടുക്കുന്നത്. ഇന്നലെയായിരുന്നു അറഫ. അത് നാം നേർക്കുനേരെ കാണുകയായിരുന്നു. ആ രീതിയിൽ അറഫ നോമ്പ് ഇന്നലെ എടുക്കുന്നവർ ഇന്ന് പെരുന്നാളാണ്. അറഫയ്ക്കും പെരുന്നാളിനുമിടയിൽ ഒരു സീറോ ഡേ അല്ലെങ്കിൽ ഒരു ശൂന്യ ദിനം എന്ന് പറയുന്ന ഒരു ദിവസമില്ല. അറഫ കഴിഞ്ഞാൽ പിറ്റേന്ന് പെരുന്നാൾ. പക്ഷേ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് പെരുന്നാളല്ലത്രേ, നാളെയാണത്ര പെരുന്നാൾ. ഇന്നാണ് നോമ്പെടുക്കുന്നത്. ഇന്നാണത്രേ അറഫ ദിനം. അറഫ ദിനം എന്ന് പറയുന്ന ആ പേരിൻ്റെ ഉള്ളടക്കത്തിൽ തന്നെ അതെന്താണ് എന്നുണ്ട്. യൗമു അറഫ, അതാണ് സൗമു അറഫ. അറഫ ദിനത്തിലാണ് അറഫ നോമ്പെടുക്കേണ്ടത്. ഇസ്മും മുസമ്മയും ചേർന്ന് വരിക എന്ന് പറയുന്ന ഒരു തത്വമുണ്ട്. അറഫ എന്ന പേര് ഉണ്ടാകുന്നത് അറഫ എന്ന മൈതാനത്ത് ഹാജിമാർ കൂടി നിൽക്കുമ്പോഴാണ്. അന്നത്തെ ദിവസമാണ് നോമ്പെടുക്കേണ്ടത്. അത് ഇന്നലെയായിരുന്നു. അതിൻ്റെ പിറ്റേന്ന് ഇന്ന് യൗമുൻ നഹർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ യൗമുൽ അദ്ഹ എന്ന് ഈദുൽ അദ്ഹ എന്ന് പറയുന്ന ദിവസം ഇന്നാണ്. ഇതെന്തുകൊണ്ടാണ് നമ്മുടെ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് എന്നുള്ളതാണ്. സൂര്യനും ചന്ദ്രനുമെല്ലാം നമ്മുടെ കാഴ്ചകൾക്കനുസരിച്ചല്ല ചലിക്കുന്നത്. അത് ചലിക്കുന്നത് അതിനെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ തീരുമാനത്തിനനുസരിച്ചാണ്. ആ തീരുമാനം മുമ്പേ സൃഷ്ടിക്കുന്ന നാളിൽ തന്നെ കഴിഞ്ഞുപോയി. വശംസു തജ്രീ ലി മുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. സൂറ യാസീനിൽ നമ്മൾ ഓതാറുണ്ട്. സൂര്യന് ഒരു ഭ്രമണപഥമുണ്ട്, അതിലൂടെ അത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. അത് സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ തഖ്ദീറാണ്, അള്ളാഹുവിൻ്റെ തീരുമാനവും കണക്കുമാണ്. വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. ചന്ദ്രന് അതിൻ്റെ മൻസിലുകളെ, അതിൻ്റെ ഫേസസുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്.
നമ്മൾ കണ്ടാലും കണ്ടില്ലെങ്കിലും, നമ്മൾ നോക്കിയാലും നോക്കിയില്ലെങ്കിലും മാനത്ത് ചന്ദ്രൻ പിറക്കും, ചന്ദ്രൻ അസ്തമിക്കും, സൂര്യൻ ഉദിക്കും, സൂര്യൻ അസ്തമിക്കും. അത് കണക്കുകൾക്ക് വിധേയമാണ്. കണക്ക് കൂട്ടി പറയാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പറയുന്നു, അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ. ചന്ദ്രനും സൂര്യനുമെല്ലാം ഒരു പ്രത്യേക കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒരു കണക്കനുസരിച്ചാണ്, വെറുതെയല്ല. ആ കണക്കനുസരിച്ച് നമുക്ക് കൂട്ടാൻ പറ്റും. നമ്മൾ ശാസ്ത്രത്തെ എന്തിനാണ് അവിശ്വസിക്കുന്നത്? എന്തിനാണ് ശാസ്ത്രത്തോട് കലഹിക്കുന്നത്? എന്തിനാണ് അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്നത്? ശാസ്ത്രം നമുക്ക് നൽകിയിട്ടുള്ള സൗകര്യങ്ങളിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ഈ ഖുത്ബ പറയുന്നത്, ഈ ഖുത്ബ ആയിരക്കണക്കിന് ആളുകൾ കേൾക്കുന്നത് ശാസ്ത്രം നമുക്ക് നൽകിയ സൗകര്യങ്ങൾക്കല്ലേ. ഈ ഫാൻ കറങ്ങുന്നത്, ഈ ലൈറ്റ് കത്തുന്നത്, AC ഉപയോഗിക്കുന്നത്, ഇതൊക്കെ നമുക്ക് ശാസ്ത്രം നൽകിയ സൗകര്യങ്ങളല്ലേ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നാം സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ശാസ്ത്രം നൽകിയ സൗകര്യങ്ങളല്ലേ. ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്രത്തോട് കലഹിക്കുന്നത് എന്തിനാണ്? ശാസ്ത്രം മതത്തിൻ്റെ എതിർവശത്താണ് എന്ന് വിചാരിക്കുന്നത് എന്തിനാണ്? ശാസ്ത്രം യഥാർത്ഥത്തിൽ പള്ളിയിൽ നിന്ന് പഠിക്കുന്ന ഫതുഹുൽ മുഈൻ പോലെ, ബുഖാരി പോലെ, മുസ്ലിം പോലെ, അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളേറെ പ്രസക്തമാണ് ശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്, ശാസ്ത്രജ്ഞാനം എന്ന് പറയുന്നത്. അത് അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു ഒളിപ്പിച്ചു വെച്ച നിഗൂഢ രഹസ്യങ്ങളെ അനാവരണം ചെയ്യലാണ് ശാസ്ത്രം. ശാസ്ത്രം പുതുതായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, കണ്ടെത്തുക മാത്രമാണ് ചെയ്യുന്നത്. അതിനാൽ ശാസ്ത്രം എന്ന് പറയുന്നത് മതം തന്നെയാണ്. അത് നമുക്ക് നിസ്കാരം പഠിക്കുന്നത് പോലെ, നോമ്പ് പഠിക്കുന്നത് പോലെ, ഹജ്ജ് പഠിക്കുന്നത് പോലെ, അതിൻ്റെ ഫർളും ഷർത്തും സുന്നത്തും ഒക്കെ പഠിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ശാസ്ത്രം പഠിക്കുന്നത്. ശാസ്ത്രം എന്തോ മതത്തിന് പുറത്തുള്ളൊരു സംഗതിയൊന്നുമല്ല. ഒരു ശാസ്ത്ര സ്ഥാപനം എന്ന് പറയുന്നത് മസ്ജിദ് പോലെയാണ്. അതില്ലെങ്കിലും മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയില്ല. ഒരു പക്ഷേ മസ്ജിദ് ഇല്ലെങ്കിലും മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയും. പക്ഷേ ശാസ്ത്രമില്ലെങ്കിൽ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയില്ല. മനുഷ്യർ പിറകിലേക്ക് തള്ളപ്പെടും, കൊള്ളാതായി പോകും. അതിനാൽ ശാസ്ത്രത്തെ നാം വിശ്വാസത്തിലെടുക്കണം. ശാസ്ത്രം മനുഷ്യന് അനിവാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ശാസ്ത്രീയമായ യുക്തികൾ വെച്ചുകൊണ്ട് കാര്യങ്ങളെ വിലയിരുത്താൻ നമ്മുടെ തലമുറകളെ സജ്ജമാക്കണം. സൂര്യനും ചന്ദ്രനുമെല്ലാം കണക്ക് കൂട്ടി നമുക്ക് നിശ്ചയിക്കാൻ കഴിയും. ഇന്ന് യഥാർത്ഥത്തിൽ ദുൽഹിജ്ജ 10 ഇന്ന് 10ാമത്തെ ചന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പെരുന്നാളാണ്. ഇന്ന് പെരുന്നാൾ ആഘോഷിക്കാത്തവർ നിർഭാഗ്യവാന്മാർ. ഇന്ന് പെരുന്നാൾ ആഘോഷിക്കാത്തവർ തീർച്ചയായിട്ടും കാലത്തോടും ലോകത്തോടും പുറംതിരിഞ്ഞു നിൽക്കുന്നവരാണ്. നമുക്ക് അള്ളാഹു ഇന്ന് പെരുന്നാൾ ആഘോഷിക്കാൻ അവസരം നൽകിയിരിക്കുന്നു. അതിനുള്ള ബുദ്ധിയും ധൈര്യവും നൽകിയിരിക്കുന്നു. അതിനുള്ള തൻ്റെ ഇടം നൽകിയിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇത് പറയുമ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എല്ലായിടത്തും സമയം ഒരുപോലെയാണോ? ഇവിടെ 10 മണിയാണെങ്കിൽ സൗദി അറേബ്യയിൽ 7:30 മണിയല്ലേ? മറ്റൊരു നാട്ടിൽ രാത്രിയല്ലേ? ഇപ്പോൾ പകലാണോ? അപ്പോൾ എങ്ങനെയാണ് ശരിയാകുന്നത്? ഇപ്പം ഞങ്ങൾ സുബഹി നിസ്കരിക്കുന്നു, നിങ്ങൾ ദുഹർ നിസ്കരിക്കുന്നു. ഇതൊക്കെ വ്യത്യസ്തമല്ലേ? അപ്പോൾ 2 നാട്ടിൽ 2 സമയം. ഇതുപോലെ തന്നെയല്ലേ 2 നാട്ടിൽ 2 പെരുന്നാളായിക്കൂടെ? വിവരമില്ലായ്മയോടെ നമുക്ക് പൊറുക്കാം. അജ്ഞത തീർച്ചയായിട്ടും അനുകമ്പാർഹമാണ്. അതിനാൽ വിവരമില്ലാത്ത ആളുകളുടെ ചോദ്യങ്ങളെ നാം അനുകമ്പാപൂർവം പരിഗണിക്കണം. സമയവും ഡേറ്റും 2ആണ്. സമയമെന്ന് പറയുന്നത് സൂര്യനെ ആസ്പദിച്ചുള്ളതാണ്. ഡേറ്റ് എന്ന് പറയുന്നത് ചന്ദ്രനെ ആസ്പദിച്ചുള്ളതാണ്. സൂര്യനാണ് സമയത്തിൻ്റെ ആധാരം. അതുകൊണ്ട് നിസ്കാരമൊക്കെ സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ചന്ദ്രനാണ് തീയതിയുടെ ആധാരം. തീയതി ചന്ദ്രനെ ആധാരപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് ഒരൊറ്റ പൗർണമിയേ ഉള്ളൂ. ലോകത്ത് മുഴുവനും ഒരു പൗർണമിയാണ്. ഒരു ദിവസമാണ് പൗർണമി. ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറിൻ്റെ ഒരു യൂണിറ്റിൻ്റെ പേരാണ്. സമയം സെക്കൻഡുകളാണ്. സമയം വ്യത്യാസപ്പെടും. പക്ഷേ ദിവസം ഉണ്ടല്ലോ, വെള്ളിയാഴ്ച എന്നൊരു ദിവസമുണ്ട്. ഈ വെള്ളിയാഴ്ച ദിവസമാണ് പെരുന്നാൾ. ഒരേ സമയത്തല്ല പെരുന്നാൾ, ഒരു ദിവസമാണ് പെരുന്നാൾ. സമയവും ദിവസവും 2ആണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഒരേ സമയത്ത് പെരുന്നാൾ ആഘോഷിക്കണമെന്നല്ല പറയുന്നത്, മറിച്ച് ഒരു ദിവസം പെരുന്നാൾ ആഘോഷിക്കണമെന്നാണ്. എപ്പോഴാണോ വെള്ളിയാഴ്ച തുടങ്ങുന്നത് അപ്പോൾ പെരുന്നാൾ ആരംഭിക്കണം. എപ്പോഴാണോ വെള്ളിയാഴ്ച അവസാനിക്കുന്നത് അപ്പോൾ പെരുന്നാൾ അവസാനിക്കണം. അപ്പോൾ ഒരു ദിവസം എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ടല്ലോ, ആ യൂണിറ്റ് സമയം പോലെയല്ല. അതെല്ലായിടത്തും ഒരുപോലെയാണ്. 7 ദിവസങ്ങളേ ഉള്ളൂ. ആ 7 ദിവസങ്ങൾ എല്ലായിടത്തും ഒരുപോലെയാണ് വരുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച ആരംഭിക്കുമ്പോൾ, ഇന്ത്യയിൽ വെള്ളിയാഴ്ച ആരംഭിക്കുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ പെരുന്നാൾ തുടങ്ങണം. എപ്പോഴാണ് സൗദി അറേബ്യയിൽ പെരുന്നാൾ ആഘോഷിക്കുന്നത്, അപ്പം വെള്ളിയാഴ്ച ആരംഭിക്കുന്നത്, അപ്പോൾ പെരുന്നാൾ ആരംഭിക്കും. അപ്പോൾ ദിവസമാണ് പെരുന്നാളിന് കണക്കാക്കുന്നത്, ദിവസമാണ് ജുമാക്ക് കണക്കാക്കുന്നത്, ദിവസമാണ് ഇത്തരത്തിലുള്ള ആരാധനകൾക്ക് കണക്കാക്കുന്നത്.
അതിനാൽ ദിവസവും സമയവും രണ്ടാണ് എന്നും സമയം മാറുന്നതിനനുസരിച്ച് ആരാധനകൾ ഓരോ സ്ഥലത്തും എങ്ങനെയാണോ സമയം ആരംഭിക്കുന്നത് അതിനനുസരിച്ച് ആരാധനകൾ. പക്ഷേ വെള്ളിയാഴ്ചയുടെ സുബ്ഹ് ഇവിടെയും സൗദി അറേബ്യയിലും അമേരിക്കയിലും വെള്ളിയാഴ്ചയുടെ സുബ്ഹാണ്. അത് വെള്ളിയാഴ്ച എന്ന് പറയുന്ന 24 മണിക്കൂറിനുള്ളിൽ ഉൾക്കൊള്ളുന്നതാണ്. അല്ലാതെ സമയം ഇവിടെ ഒരുപോലെയാണോ, ഇവിടെ സുബഹി നിസ്കരിക്കുമ്പോഴാണോ അമേരിക്കയിൽ സുബഹി നിസ്കരിക്കുന്നത് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ദിവസത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ദിവസം ചന്ദ്രനെ ആസ്വദിച്ചുള്ളതാണ്. ഇത് മനസ്സിലാക്കാനെങ്കിലും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബലിയുടെ പെരുന്നാളാണ്. ബലി എന്ന് പറഞ്ഞാൽ മൃഗത്തിൻ്റെ കഴുത്തിൽ കത്തിവെച്ച് അതിനെ അറുത്ത് കൊല്ലുന്ന പെരുന്നാളാണെന്നാണ് ആളുകൾ വിചാരിച്ചിരിക്കുന്നത്. അല്ല, ഇത് സമർപ്പണത്തിൻ്റെ പെരുന്നാളാണ്. ഫസല്ലി ലിറബ്ബിക വൻഹർ, ആത്മസമർപ്പണമാണ് ആവശ്യപ്പെടുന്നത്. നാം നമ്മെ സമർപ്പിക്കലാണ്, നമുക്ക് പ്രിയപ്പെട്ടതിനെ സമർപ്പിക്കലാണ്. അങ്ങനെ ദൈവത്തിൻ്റെ മാർഗത്തിൽ താൻ സ്വയം സമർപ്പിച്ചു എന്ന് ഉറപ്പുവരുത്തുന്ന ബലിയുടെ പെരുന്നാളാണിത്. അല്ലാതെ ഏതോ ഒരു പോത്തിനെ അറുത്തിട്ട് നാം എന്തോ മഹാത്യാഗം ചെയ്തു എന്ന് കരുതുന്ന വിഡ്ഢിത്തത്തിൻ്റെ പെരുന്നാളല്ല. ഇത് വിഡ്ഢികളുടെ പെരുന്നാളല്ല, ഇത് ബുദ്ധിമാന്മാരുടെ പെരുന്നാളാണ്. ഇത് അന്ധവിശ്വാസത്തിൻ്റെ പെരുന്നാളല്ല, ഇത് കൃത്യമായ സമർപ്പണത്തിൻ്റെ പെരുന്നാളാണ്. നിങ്ങൾ നോക്കൂ, മൊറോക്കോയിൽ ഈ വർഷം ഒരു വലിയ കാര്യം നടന്നു. മൊറോക്കോയിലെ കിങ് മുഹമ്മദ് 6 ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അവിടുത്തെ ഇസ്ലാമിക് അഫയേഴ്സിൻ്റെ മിനിസ്റ്റർ അഹമ്മദ് തൗഫീഖിന് അവിടെയുള്ള രാജാവ് ഒരു കത്തെഴുതി കഴിഞ്ഞ ആഴ്ച. ആ കത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇസ്ലാം ലോകത്തിൻ്റെ കാലത്തിൻ്റെ മതമാണ്. അതുകൊണ്ട് ഇസ്ലാമിലെ ആരാധനകൾ കാലത്തിനും സമൂഹത്തിനും ഉപകരിക്കുന്നതാകണം. വെറുതെ മൃഗങ്ങളെ അറുത്തു തള്ളുന്നത് നമുക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് മൊറോക്കോയിൽ ഈ പ്രാവശ്യം മൃഗങ്ങളെ അറുക്കുന്നതിന് നിയന്ത്രണം വരുത്തണം, അത് നിരുത്സാഹപ്പെടുത്തണം. അഹമ്മദ് തൗഫീഖ് എന്ന് പറയുന്ന ഇസ്ലാമിക് അഫയേഴ്സിൻ്റെ മിനിസ്റ്റർക്ക് അവിടെയുള്ള മുഹമ്മദ് 6 എന്ന് പറയുന്ന മൊറോക്കോയിലെ ഇപ്പോഴത്തെ രാജാവ് എഴുതിയ കത്താണിത്. അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു. ലോകമുണരുകയാണ്. മൊറോക്കോ മുസ്ലിം രാഷ്ട്രമാണ്. ധാരാളം പണ്ഡിതന്മാരുള്ള ചരിത്രമുള്ള നാടാണ്. മഗ്രിബ് എന്നാണ് അറിയപ്പെടുന്നത്. ആ നാട്ടിൽ ഇങ്ങനെ ഒരു തുടക്കമുണ്ടായിരിക്കുന്നു. തീർച്ചയായും ഇത് ശുഭോദർക്കമായ കാര്യമാണ്. അവിടെ ഇപ്പോൾ മാത്രമല്ല, 1963 കിങ് ഹസൻ രാജാവ് 2 ഇത്തരത്തിലുള്ളൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. 981 മൃഗബലി നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് അവിടെ വ്യാപകമായ പ്രചരണം നടത്തിയിരുന്നു. 1996 സമാനമായ ഒരു മുന്നേറ്റമുണ്ടായി. ഇതാ ഇപ്പോൾ 2025 ലോകത്ത് ഇസ്ലാമിൻ്റെ മുഖം വികൃതമാകാതിരിക്കാൻ മൃഗബലിയിൽ നിന്ന് പിന്മാറണമെന്നും ആ പണം മനുഷ്യന് ആവശ്യമായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കണമെന്നും മുഹമ്മദ് 6 ഒരു ഉത്തരവിലൂടെ മിനിസ്ട്രിക്ക് കത്തെഴുതിയിരിക്കുന്നു. ലോകം അത് ചർച്ച ചെയ്യുകയാണ്. തീർച്ചയായും നാം ഉയർത്തുന്ന ഈ ഒരു മുദ്രാവാക്യം, നാം ഉയർത്തുന്ന ഈ ഒരു ആശയം തീർച്ചയായും ലോകതലത്തിൽ ഏറെ സ്വീകരിക്കപ്പെടുന്നു എന്നർത്ഥം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മൃഗബലിയിൽ നിന്ന് ആത്മബലിയിലേക്ക്, രക്തബലിയിൽ നിന്ന് സ്വയം സമർപ്പണത്തിലേക്കുള്ള ദൂരം അതിവിദൂരമല്ല. തീർച്ചയായും നമുക്ക് പ്രതീക്ഷകളുണ്ട്. മൃഗങ്ങളുടെ കഴുത്തിൽ നിന്ന് കത്തിയെടുക്കുകയും നമ്മുടെ അഹങ്കാരത്തിൻ്റെ കഴുത്തിൽ കത്തിവെക്കുകയും ചെയ്യുന്ന ഒരു നല്ല സുപ്രഭാതമാണ് യഥാർത്ഥത്തിൽ ബലിപെരുന്നാൾ ആഗ്രഹിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആഘോഷങ്ങളെന്ന് പറയുന്നത് വെറും ആരാധനകളിൽ മാത്രം അല്ലെങ്കിൽ ആചാരങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, മറിച്ച് സമൂഹങ്ങളിൽ മുഴുവൻ വ്യാപിക്കേണ്ടതാണ്. ഇസ്ലാമിൻ്റെ ആഘോഷങ്ങളാണ് പെരുന്നാളുകൾ. പെരുന്നാളല്ലാത്ത ആഘോഷങ്ങളുണ്ട് കേട്ടോ. ആഘോഷങ്ങൾ, ഔദ്യോഗികമായ ആഘോഷങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ ആഘോഷങ്ങൾ ഒരു ഗ്രൂപ്പിൽ മാത്രം അല്ലെങ്കിൽ ഒരു സമുദായത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, അത് സമൂഹത്തിൽ എല്ലാവരിലേക്കും പടരേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ആരാധനാലയങ്ങളിൽ എല്ലാവർക്കും പ്രവേശനമുണ്ടാകണം. പെരുന്നാൾ ദിവസത്തിലെങ്കിലും, ബാക്കിയുള്ളത് പോകട്ടെ, പെരുന്നാൾ ദിവസത്തിലെങ്കിലും നാട്ടിലുള്ള ഒരു മഹല്ലിലുള്ള എല്ലാവരും പള്ളിയിലേക്ക് വരണം. അവിടെയുള്ള മുസ്ലിം, അമുസ്ലിം, നിരീശ്വരവാദി, ഈശ്വരവിശ്വാസി എല്ലാവരും പള്ളിയിലേക്ക് വരണം. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാവരും പള്ളിയിലേക്ക് വരണം. എന്നിട്ട് പള്ളികളിൽ നിന്ന് ഭക്ഷണം കൊടുക്കട്ടെ, എല്ലാവർക്കും മധുരം കൊടുക്കട്ടെ, എല്ലാവരും പങ്കെടുക്കട്ടെ. ആഘോഷങ്ങളെന്ന് പറയുന്നത് മനുഷ്യർക്കുള്ളതാണ്, അതൊരു മതത്തിനുള്ളതല്ല.
ഒരു സമുദായത്തിനുള്ളതല്ല. ഇതുപോലെ മറ്റാഘോഷങ്ങളിൽ അങ്ങോട്ടും പങ്കെടുക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം. ഇങ്ങനെ കൊള്ളക്കൊടുക്കലുകളുടെ വിനിമയങ്ങളുടെ ഒരു നാളാക്കി ആഘോഷങ്ങളെയെങ്കിലും മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വർഗീയമായ മനസ്സില്ലാതാകണം, വിഭാഗീയമായ മനസ്സില്ലാതാകണം, ശുദ്ധിവാദത്തിൻ്റെയും മേന്മാവാദത്തിൻ്റെയും വൃത്തികേടുകൾ മനസ്സിൽ നിന്ന് പോകണം. എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും സന്തോഷിക്കണം, എല്ലാവരും നല്ലവരാണ്, എല്ലാവരും മനുഷ്യൻ്റെ നന്മയാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ മതങ്ങളും എല്ലാ ദേവാലയങ്ങളും, അമ്പലങ്ങൾ പള്ളി പോലെ വിശുദ്ധമാണ്, ചർച്ചുകൾ മസ്ജിദ് പോലെ വിശുദ്ധമാണ്, എല്ലാ ആരാധനാലയങ്ങളും വിശുദ്ധമാണ്, എല്ലാ വേദങ്ങളും വിശുദ്ധമാണ്, എല്ലാ മതങ്ങളും വിശുദ്ധമാണ്. അതിനാൽ എല്ലാറ്റിനെയും ആ വിശുദ്ധിയോടെ ഉൾക്കൊള്ളാൻ കഴിയണം. ഞാൻ എൻ്റെ മതത്തെ എത്രമേൽ ആദരിക്കുന്നുവോ, ഞാൻ ഉൾക്കൊള്ളുന്ന വേദത്തെ എത്രത്തോളം ആദരിക്കുന്നുവോ, ഞാൻ എൻ്റെ ആചാര്യനായ മുഹമ്മദ് നബിയെ എത്രത്തോളം സ്നേഹിക്കുന്നുവോ, അത്രത്തോളം തന്നെ മറ്റ് മതങ്ങളുടെ വേദങ്ങളെ, ആചാരങ്ങളെ, ആചാര്യന്മാരെ, ആരാധനാലയങ്ങളെ ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും ബഹുമാനിക്കാനും എനിക്ക് സാധിക്കുമ്പോഴാണ് ഞാനൊരു നല്ല മുസ്ലിമാകുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമുക്ക് ധാരാളം സംഘടനകളുണ്ട്, നമുക്ക് ധാരാളം കൂട്ടായ്മകളുണ്ട്. ഈ കൂട്ടായ്മകളൊക്കെ യഥാർത്ഥത്തിൽ നമ്മെ പഠിപ്പിക്കേണ്ടത് സംസ്കാരമാണ്, നമ്മെ പഠിപ്പിക്കേണ്ടത് മര്യാദകളാണ്. പക്ഷേ പലപ്പോഴും മതങ്ങളും സംഘടനകളുമെല്ലാം മനുഷ്യനെ നിയമം ലംഘിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഈ കഴിഞ്ഞ മാസം ഒരു സംഭവം ഉണ്ടായി. പെരിന്തൽമണ്ണയിൽ ഒരു മുസ്ലിം സംഘടന ഒരു പരിപാടി നടത്തി. 10 മണിക്ക് ശേഷം പോലീസുകാർ വന്നിട്ട് നിർത്തണമെന്നാവശ്യപ്പെട്ടു. അപ്പോഴേക്കും പറഞ്ഞു ഇത് ഇസ്ലാമിക വിരുദ്ധമാണ്, ഇസ്ലാമിനോടുള്ള വെറുപ്പാണ്. പോലീസുകാർ അവരുടെ പണിയാണ് എടുക്കുന്നത്. പോലീസുകാർ ചെയ്യുന്നത് ഇവിടെ നിയമം നടപ്പിലാക്കലാണ്. സംഘടനകൾ നിയമങ്ങൾക്ക് വിധേയമാകണം. നിയമത്തിന് മുകളിൽ ഒരു സംഘടനയും കയറിയിരിക്കാൻ പാടില്ല. മനുഷ്യരെ നിയമം പാലിക്കണമെന്ന് പഠിപ്പിക്കാനാണ് സംഘടന, അല്ലാതെ അത് ലംഘിക്കാനല്ല. പോലീസുകാർ അവരുടെ ജോലി ചെയ്യുമ്പോൾ അതിന് അനുകൂലമായി നിൽക്കുകയാണ് സംഘടനകൾ വേണ്ടത്, അല്ലാതെ അവിടെ വർഗീയത ഉണ്ടാക്കുകയല്ല. മതസംഘടനയാണെന്ന് കരുതി എന്ത് വൃത്തികേടും കാണിക്കാമെന്നാണോ? ഇവിടുത്തെ നിയമങ്ങൾ ലംഘിക്കാമെന്നാണോ? ഒരിക്കലും അല്ല. സംഘടനകൾ ആദ്യം നിയമങ്ങൾക്ക് വിധേയമാകണം, നിയമങ്ങൾ അനുസരിക്കുന്നവരാകണം, അങ്ങനെ സമൂഹത്തിന് മാതൃകയാകണം. ഇതാ ഇപ്പോൾ ഈ തർക്കങ്ങളൊക്കെ കണ്ട് ഇവിടുത്തെ പെരുന്നാൾ ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളാണ്, കണ്ടു കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തർക്കങ്ങൾ കണ്ടിട്ട് ഗവൺമെൻറ് ഇന്നത്തെ ലീവ് ഒഴിവാക്കുകയും നാളെ ലീവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിപ്പം തിരുത്തി. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ സംഘടനകൾ വന്നു വർഗീയ ക്യാപ്ഷനുകളുമായിട്ട്, ഗവൺമെൻറ് വർഗീയമായി ചിന്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ആദ്യം നിങ്ങൾ തമ്മിൽ തല്ല് നിർത്ത്. പെരുന്നാൾ ഒരു ദിവസം ആഘോഷിക്കുക. ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ദിവസം ലീവാക്കുക എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന്, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നഷ്ടമാണ് ഗവൺമെൻറ്റിന് സംഭവിക്കുന്നത്. ലോകത്തുണ്ടോ ഇങ്ങനെ ഏതെങ്കിലും ഒരു ആരാധന, ഇങ്ങനെ ഒരു ആഘോഷമുണ്ടോ? ഇന്ന് പെരുന്നാൾ, നാളെ പെരുന്നാൾ, കണ്ടു കണ്ടില്ല, അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, ഇങ്ങനെ ഒരു പെരുന്നാളുണ്ട്. ഇങ്ങനെ അപഹാസ്യമാകാൻ നിൽക്കാതെ നിങ്ങളൊരു ഡേറ്റ് തീരുമാനിക്കുക, എന്നിട്ട് ഗവൺമെൻറ്റിനെ അറിയിക്കുക. ഗവൺമെൻറ് എന്ത് ചെയ്യും? അപഹാസ്യമായി ഈ നാടകത്തിന് കൂട്ടുനിൽക്കുകയാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. അവസാനം ഗവൺമെൻറ് ഇന്നും നാളെയും ലീവ് പ്രഖ്യാപിച്ചു. ലീവ് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? എല്ലാ കാര്യങ്ങളും നിലച്ചു പോവുമല്ലേ? ഉളുപ്പില്ലാത്തൊരു സമൂഹം ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുകയാണോ? ഞാനൊരു ഗവൺമെൻറ് വക്കാലത്തെടുക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആദ്യം ഒരു തീരുമാനത്തിലെത്തണം. ഏത് ദിവസമാണ് പെരുന്നാൾ? ഇങ്ങനൊരു ആഘോഷമുണ്ടോ ലോകത്ത്? ഏത് ദിവസമാണെന്ന് തീരുമാനിക്കാത്തൊരാഘോഷമുണ്ടോ? ക്രിസ്മസ് 10 കൊല്ലം മുമ്പേ അവർ തീരുമാനിച്ചില്ലേ? ഓണം തീരുമാനിച്ചില്ലേ? വിഷു തീരുമാനിച്ചില്ലേ? ജയന്തികൾ തീരുമാനിച്ചില്ലേ? ഈ കാലമായിട്ടും 1400 കൊല്ലം കഴിഞ്ഞിട്ടും 2025 ജീവിച്ചിരുന്നിട്ടും മനുഷ്യൻ ചന്ദ്രനിലും ചൊവ്വയിലും പോകാൻ വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ കൂട്ടുന്ന ഈ കാലമായിട്ടും ബഹിരാകാശത്ത് പോയിട്ട് താമസിച്ചു വന്നിട്ടും ഏത് ദിവസമാണെന്ന് പെരുന്നാൾ തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തിനാണ് ഈ കാലിയാക്കൂട്ടം? എന്തിനാണ് ഈ കോളേജുകൾ? എന്താണ് ഈ വിദ്യാഭ്യാസത്തിൻ്റെ അർത്ഥം? ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? ലോകത്ത് ഇങ്ങനെ അപഹാസ്യമായി കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഓരോ ദിവസവും മുഖം വികൃതമാവുകയല്ലേ, തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയല്ലേ, കണ്ടു കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിനൊരു അറുതി വേണ്ടേ? ഒരു അവസാനം വേണ്ടേ? അന്തസ്സോടെ ജീവിക്കാൻ മുസ്ലിങ്ങൾക്ക് തല ഉയർത്തി നടക്കാനുള്ളൊരു അവസരമെങ്കിലും ഈ പണ്ഡിതക്കൂട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ? ഏത് ദിവസമാണ് വാവെന്ന്, ഏത് ദിവസമാണ് അമാവാസിയെന്ന് ഏത് കലണ്ടർ നോക്കിയാലും ഏത് കുട്ടിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഈ കാലത്ത് ഇപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്മാർ. എന്നിട്ട് അവധി 2 ദിവസം ഏത് ദിവസമാണെന്ന് അറിയാതെ ഗവൺമെൻറ് ഇങ്ങനെ പ്രയാസപ്പെടുമ്പോൾ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുക. ആദ്യം ഒരു തീരുമാനത്തിലെത്താൻ പറയണം ഈ സംഘടന കൂട്ടങ്ങളോട്. അല്ലെങ്കിൽ ഈ സംഘടനകളൊക്കെ പിരിച്ചുവിട്ട് മനുഷ്യന്മാരെ വെറുതെ വിട്, സ്വതന്ത്രരാക്ക്, അവർ തീരുമാനിക്കും. മനുഷ്യർക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. ഈ സംഘടനകൾ മനുഷ്യരെ വഴിപിഴപ്പിക്കുകയാണ്.
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രതീക്ഷയുണ്ട് നമുക്ക്. ഇത് നവോത്ഥാനത്തിൻ്റെ കാലമാണ്. സമൂഹം മാറുകയാണ്, ലോകം മുഴുവൻ സമൂഹം മാറുകയാണ്. സ്ത്രീകളെ അടിച്ചമർത്തിയിരുന്ന, വളരെ മോശമായി പെരുമാറിയിരുന്ന, ദുരാചാരങ്ങളും അനാചാരങ്ങളും നടപ്പിലാക്കിയിരുന്ന ഒരു കാലത്തിൽ നിന്ന് ഇസ്ലാമിൻ്റെ പ്രഭ, ഇസ്ലാമിൻ്റെ വെളിച്ചം ആളുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖുർആനിൻ്റെ വെളിച്ചം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖുർആനിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഉദ്ഘോഷം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നവോത്ഥാനത്തിൻ്റെ കാലമാണ്. മനുഷ്യർ ഖുർആനിലേക്ക് മടങ്ങുകയാണ്. മുല്ലാ മതത്തിൽ നിന്ന് അല്ലാ മതത്തിലേക്ക്, കെട്ടുകഥകളുടെ മതത്തിൽ നിന്ന് ഖുർആനിൻ്റെ മതത്തിലേക്ക്, വ്യാജനിർമ്മിതമായ ഹദീസിൻ്റെ മതത്തിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള വേദത്തിൻ്റെ മതത്തിലേക്ക് ജനങ്ങൾ മാറുകയാണ്. മുആവിയൻ മതത്തിൽ നിന്ന് മുഹമ്മദി മതത്തിലേക്ക് ജനങ്ങൾ മാറുകയാണ്. നവോത്ഥാനത്തിൻ്റെ കാലഘട്ടമാണ്. ആളുകൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു, ചരിത്രം തിരിച്ചറിഞ്ഞിരിക്കുന്നു, ഈ മുല്ലാക്കൂട്ടങ്ങളുടെ എല്ലാ കള്ള ഫത്വകളും തിരിച്ചറിഞ്ഞിരിക്കുന്നു, ജനങ്ങളെ ഇടങ്ങേറിലാക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇത് സന്തോഷത്തിലേക്കുള്ള യാത്രയാണ്. ഇത് കുടുസായതിൽ നിന്ന് വിശാലതയിലേക്കുള്ള യാത്രയാണ്. തീർച്ചയായും നമുക്ക് ഒരു പുലരി വരും. ആ പുലരി മുഹമ്മദിൻ്റെ പുലരിയായിരിക്കും. ആ പുലരി ഖുർആനിൻ്റെ പുലരിയായിരിക്കും. ആ പുലരി സ്വാതന്ത്ര്യത്തിൻ്റെ പുലരിയായിരിക്കും. പൗരോഹിത്യം കെട്ടിവരിഞ്ഞ് മുറുക്കിയിരിക്കുന്ന എല്ലാ ചങ്ങലക്കെട്ടുകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മുക്തമാകുന്ന ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പുലരി നമുക്കുണ്ടാകും. അത് ഇസ്ലാമിൻ്റെ പുലരിയായിരിക്കും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മതം എന്നാൽ ഭയമാണെന്നും ദൈവമെന്നാൽ ഭയപ്പെടലാണെന്നും പഠിപ്പിച്ചെടുത്തു നിന്ന് പ്രണയമാണ്, പ്രണയത്തോടെ ദൈവത്തെ സ്വീകരിക്കലാണ് മതം എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഹറാമിൻ്റെ ഫത്വകളാണ് എവിടെയും. സംഗീതം ഹറാം, ഷേവിങ് ഹറാം, മുടി ഡൈ ചെയ്യുന്നത് ഹറാം, ഇങ്ങനെ തുടങ്ങി ഹറാം ഇല്ലാത്തത് എന്തെങ്കിലും ഉണ്ടോ? ചിത്രം വരയ്ക്കുന്നത് ഹറാം, ശില്പനിർമ്മാണം ഹറാം, മുടി നീട്ടൽ ഹറാം, ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് ഹറാം. ഹറാമാണ്, എല്ലായിടത്തും ഹറാമാണ്. ഹറാമിൻ്റെ ഫത്വകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നായ ഹറാമാണ്, നായയെ വളർത്താൻ പാടില്ല, ഇങ്ങനെ മൊത്തം ഹറാമിൻ്റെ ഫത്വകൾ. ഈ ഹറാമിൻ്റെ ഫത്വകളിൽ നിന്ന് സാധ്യതകളുടെ അനന്തതയിലേക്ക് നാം കണ്ണു തുറക്കണം. ഇസ്ലാം എന്നാൽ ഹറാമല്ല. നിങ്ങൾ ആകെ കൂടി ഹറാമിലേക്ക് തള്ളിവിടലല്ല. ഇതൊന്നും ഹറാമല്ല. സിനിമ ഹറാമാണ്, പിന്നെ നാടകം ഹറാമാണ്, സംഗീതം ഹറാമാണ്, കലകൾ മൊത്തം ഹറാമാണ്. അമുസ്ലിങ്ങളെ ആത്മമിത്രമാക്കുന്നത് ഹറാമാണ്. ഹറാമല്ലാത്തതായിട്ട് ഈ ലോകത്ത് എന്താ ഉള്ളത്? ഈ പുരോഹിതന്മാർ പറയുന്നത് കേട്ടാൽ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല ഒരു നിമിഷം പോലും മനുഷ്യന്. ഇതൊന്നും ഹറാമല്ല. അനന്തമായ സാധ്യതകളുടെ ലോകമാണിത്. അള്ളാഹു നമ്മെ ഹലാലിലേക്കാണ് പടച്ചുവിട്ടിരിക്കുന്നത്. ഹറാം എന്ന് പറഞ്ഞാൽ അങ്കുലി പരിമിതമാണ്. വിരലിൽ എണ്ണാൻ മാത്രം പറ്റുന്ന, മനുഷ്യൻ തിന്മയെന്ന്, അത്യന്തികമായ തിന്മയെന്ന് വിളിക്കുന്ന കാര്യങ്ങളാണ് ഹറാം. നിങ്ങൾ താടി പഠിച്ചത് കൊണ്ട് എന്ത് തിന്മയായി ലോകത്തുണ്ടാകുന്നത്? നിങ്ങൾ മുടി കറുപ്പിച്ചത് കൊണ്ട് എന്ത് തിന്മയാണ് ഈ ലോകത്തുണ്ടാകുന്നത്? നിങ്ങൾ പാട്ട് കേട്ടത് കൊണ്ട് എന്ത് തിന്മയാണ് ഈ ലോകത്തുണ്ടാകുന്നത്? ആലോചിച്ച് നോക്കൂ. തിന്മയ്ക്കാണ് ഹറാം എന്ന് പറയുന്നത്. അതിനാൽ തിന്മകൾ ഹറാമാണെന്ന് കരുതുക, മനസ്സിലാക്കുക. അതേ സ്ഥാനത്ത് തിന്മകളല്ലാത്ത നിരുപദ്രവങ്ങളായ കാര്യങ്ങൾ അത് മനുഷ്യരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു അള്ളാഹു. നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് തേക്കണോ? തേച്ചോളൂ. നിങ്ങളുടെ ആരോഗ്യം കേടാവാതിരിക്കണം. നിങ്ങൾക്ക് താടി വടിക്കണോ? വടിച്ചോളൂ. നിങ്ങളുടെ മുഖം അലർജി ഇല്ലാതെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഡൈ ചെയ്യണോ? ചെയ്തോളൂ. പക്ഷേ അത് നിങ്ങൾ ആരെയും പറ്റിക്കാനാകരുത്. നിങ്ങൾക്ക് സംഗീതം കേൾക്കണോ? കേട്ടോളൂ. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം മറന്നുകൊണ്ടാകരുത്. നിങ്ങൾക്ക് സിനിമ കാണണോ? കണ്ടോളൂ. പക്ഷേ അത് ആഭാസങ്ങൾക്ക് വേണ്ടിയാകരുത്. ഇതാണ് മനുഷ്യൻ കലകളുടെ, സാഹിത്യത്തിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തണം. പക്ഷേ അത് തിന്മയിലേക്ക് തുറക്കുന്ന വാതിലാകരുത്. അത് ഖുർആൻ പോലും. നിങ്ങൾ ഖുർആൻ ഓതിക്കോളൂ, പക്ഷേ ആളുകളെ പറ്റിക്കാനാകരുത്. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. ഇങ്ങനെ അനന്തമായ സാധ്യതകളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതാണ് ഇസ്ലാം. അതാണ് ഖുർആൻ. അല്ലാതെ ഹറാമിലേക്ക് തള്ളിവിടലല്ല. ഹറാമിൻ്റെ ഫത്വകൾ പുരോഹിതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളത് അതിന് ചെവി കൊടുക്കാതിരിക്കുക, അതിന് ചെവിയോർക്കാതിരിക്കുക. നിങ്ങൾ പടച്ച തമ്പുരാൻ നൽകിയിട്ടുള്ള ഈ വിശാലമായ പ്രപഞ്ചത്തിൻ്റെ അനന്തമായ സാധ്യതകളെ നോക്കിക്കൊണ്ടിരിക്കുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എനിക്ക് പറയാനുള്ളത് പുതിയ തലമുറയെ നാം വിശ്വാസത്തിലെടുക്കണം എന്നാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പുതിയ തലമുറ പിഴച്ചു പോയവരാണ്,
പുതിയ തലമുറ, നമ്മുടെ ഒരു തലമുറ അതൊരു വല്ലാത്ത തലമുറയായിരുന്നു, നമ്മുടെ സ്കൂൾ വല്ലാത്തൊരു സ്കൂളായിരുന്നു, നമ്മുടെ ജീവിതം വല്ലാത്തൊരു ജീവിതമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പുതിയ തലമുറയെ തള്ളിമാറ്റുന്ന പ്രവണതയുണ്ടല്ലോ, അവരെ അരികുവൽക്കരിക്കുന്ന പ്രവണതയുണ്ടല്ലോ, കൊള്ളാത്തവരെന്നവരെ മുദ്ര കുത്തുന്ന പ്രവണതയുണ്ടല്ലോ, അത് അവസാനിപ്പിക്കണം. പുതിയ തലമുറ ഒരുപാട് കഴിവുകളുള്ളവരാണ്, ഒരുപാട് മൂല്യബോധമുള്ളവരാണ്. അവരിലേക്ക് നമ്മൾ വളരണം. ജിബ്രാൻ പറഞ്ഞതുപോലെ നമ്മുടെ കാലത്തിലേക്ക് പുതിയ തലമുറയെ വലിക്കലല്ല, പുതിയ തലമുറയുടെ കാലത്തിലേക്ക് നമ്മൾ കുതിക്കലാണ്. അതാണ് വേണ്ടത്. അവർ മുന്നോട്ടാണ് പോകുന്നത്. അതിനാൽ പുതിയ തലമുറയെ നാം വിശ്വാസത്തിലെടുക്കണം. അവരിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കണം. അവരുടെ ജീവിതത്തോട് നാം സമരസപ്പെടണം. മൈഗ്രേറ്റ് ചെയ്യുന്ന പുതിയ തലമുറയുണ്ട്, മറ്റു നാടുകളിലേക്ക് പോകുന്നവർ, അവിടെ പോയി താമസിക്കുന്നവർ. അപ്പോൾ ഉപ്പാനോടും ഉമ്മാനോടുള്ള ബാധ്യതകളൊക്കെ പറഞ്ഞ് അവരുടെ കരിയറൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് സെൻറ്റിമെൻറ്റ്സ് അടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയല്ല, മറിച്ച് ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ അവരെ ശീലിപ്പിക്കുകയാണ് വേണ്ടത്. ഇവിടെ അതിനനുസരിച്ചുള്ള ജീവിതക്രമങ്ങൾ ഉണ്ടാക്കണം. അവരുടെ തൊഴിൽ സാധ്യതകൾ, അവരുടെ കരിയർ, അവരുടെ കഴിവുകൾ, ഇതൊക്കെ എവിടെയാണോ വിനിയോഗിക്കാൻ സാധിക്കുന്നത് അങ്ങോട്ട് അവർ പോകട്ടെ. കേരളത്തിൻ്റെ വട്ടത്തിൽ നിന്ന്, ഇന്ത്യയുടെ ഠാവട്ടത്തിൽ നിന്ന് ലോകത്തിൻ്റെ വിശാലതയിലേക്ക് നമ്മുടെ മക്കൾ വളരട്ടെ. ആ അർത്ഥത്തിൽ പുതിയ തലമുറയെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അതിനനുസരിച്ചുള്ള സാധ്യതകൾ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നുകൂടി പറയട്ടെ, ഇവിടെ നാം ജീവിക്കുന്ന പ്രദേശത്തിൻ്റെ മതമാകണം നമ്മുടെ മതം. ഇസ്ലാം അറബിയുടെ ഇസ്ലാമല്ല, മലയാളിക്കൊരു ഇസ്ലാമുണ്ട്. മലയാളി ഇസ്ലാം, കേരളത്തിൻ്റെ ഇസ്ലാം, മുണ്ടുടുക്കുന്ന ഇസ്ലാം, ചോറ് തിന്നുന്ന ഇസ്ലാം, ചീരക്കറി കൂട്ടുന്ന ഒരു ഇസ്ലാമുണ്ട്. അത് കുബൂസിൻ്റെ ഇസ്ലാമല്ല, അത് മന്തിയുടെ ഇസ്ലാമല്ല. നമ്മുടെ ഒരു ഇസ്ലാമുണ്ട്, നമ്മുടെ പ്രദേശത്തിൻ്റെ ഒരു ഇസ്ലാം. ഓരോ പ്രദേശത്തും ആഗോളപരമായി അതിനൊരു മുഖമുണ്ടാകുമ്പോഴും പ്രാദേശികമായിരിക്കണം മതം. ഈ പ്രദേശത്ത് നിന്ന് വിട്ടുനിന്ന് ജീവിക്കലല്ല. നമ്മുടെ പ്രദേശത്തിൻ്റെ ഒരു സംസ്കൃതിയുണ്ട്, നമ്മുടെ പ്രദേശത്തിൻ്റെ ഒരു കലയുണ്ട്, നമ്മുടെ പ്രദേശത്തിനൊരു സംഗീതമുണ്ട്, നമ്മുടെ പ്രദേശത്തിനൊരു താളമുണ്ട്, നമ്മുടെ ഭാഷയ്ക്കൊരു താളമുണ്ട്. നമുക്ക് അറബിയേക്കാൾ നല്ലത് മലയാളമാണ്. നമുക്ക് കന്തൂറയേക്കാൾ നല്ലത് മുണ്ടാണ്, പാൻ്റാണ്. നമുക്ക് അവിടെയുള്ള ഏതോ ഒരു കവി രചിച്ച പാട്ടല്ല, മറിച്ച് നമ്മുടെ ചങ്ങമ്പുഴയുടെ പാട്ടുണ്ടല്ലോ, അതാണ് നമുക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ളത്. നമ്മുടെ നാട്ടിൻ്റെ പൂവിലേക്ക്, നമ്മുടെ നാട്ടിൻ്റെ ചക്കയിലേക്ക്, മാങ്ങയിലേക്ക്. ഈത്തപ്പഴത്തേക്കാൾ മധുരമാണ്, ഈത്തപ്പഴത്തേക്കാൾ മനോഹരമാണ് നമ്മുടെ ചക്ക, മാങ്ങ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൻ്റെ ഒരു ഇസ്ലാമുണ്ട്, നമ്മുടെ നാട്ടിൻ്റെ ഒരു സംസ്കൃതിയുണ്ട്, നമ്മുടെ നാട്ടിൻ്റെ ഒരു മനോഹാരിതയുണ്ട്. ഈ പ്രദേശത്തിൻ്റെ ഇസ്ലാമായിരിക്കണം നമുക്ക്. അല്ലാതെ നമ്മെ ആരോ ജുബ്ബയിടിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്, നമ്മെ ആരൊക്കെയോ ലോകത്തൊരു മൊത്തം യൂണിഫോമാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ നടക്കുന്നുണ്ട്, ആരൊക്കെയോ അറേബ്യൻ കൾച്ചറാണ് ഏറ്റവും മഹത്തരമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്, അറേബ്യൻ ഭാഷയാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അതൊന്നുമല്ല. ഓരോരുത്തർക്കും അവരുടെ അമ്മിഞ്ഞപ്പാലിൻ്റെ ഒരു ഭാഷയുണ്ട്, അവരുടെ നാട്ടിൻ്റെ ഒരു സംസ്കൃതിയുണ്ട്. അതിലേക്ക് വരണം. അതാണ് നമ്മുടെ മതം, അതാണ് നമ്മുടെ ഇസ്ലാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات وقاضي الحاجات طيب ثراهم واجعل الجنة مأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر الدعاء الحمد لله والسلام عليكم ورحمة الله وبركاته.